ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമായാലോ. എന്നും നമ്മൾ പഞ്ചസാരയും മൈദയൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും ശർക്കരയൊക്കെ വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നന്നായിട്ട് പഴുത്ത മീഡിയം സൈസ് പഴം എടുത്തിട്ടുണ്ട്. അതിനെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ആദ്യം 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ശർക്കരപ്പാനി ആദ്യം ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഒരു 1/2 കപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1 കപ്പ് ശർക്കരപ്പാനി 1/2 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അടിച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. പഴം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാൻ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ടേ. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് ഗോതമ്പ് മാവ് കൂടി ചേർത്ത് കൊടുത്ത് ബാക്കി നമ്മുടെ ശർക്കരപ്പാനിയും കൂടി ചേർത്ത് നന്നായിട്ടൊരു അയഞ്ഞ പരുവത്തിലാക്കി എടുക്കുക. ചില പഴത്തിനും ഗോതമ്പ് മാവിനും അനുസരിച്ച് വെള്ളം കുറച്ചൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് റിച്ചാക്കാൻ വേണ്ടി കുറച്ച് കാഷ്യൂ ഒന്ന് ചെറുതായിട്ട് ഞുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയും ചേർക്കാം കേട്ടോ. കപ്പലണ്ടി ചേർത്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിനെ ആവിയിലാണ് വേവിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചാണ് ചെയ്യുന്നതാണെങ്കിൽ അത് കുറേ കൂടെ നല്ലതാണ്. അപ്പോൾ നല്ല നൈസായിട്ടുള്ളൊരു കിണ്ണത്തപ്പം പോലെ കിട്ടും. നമുക്ക് കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്തിട്ട് നമുക്കതിനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് അത്രയും ടൈമേ വേണ്ടൂ. പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കുക, മുറിച്ച് കഴിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അത്യാവശ്യം ഹെൽത്തിയുമാണ്. പിന്നെ പഞ്ചസാരയില്ല, എണ്ണയില്ല, അങ്ങനെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ ബൈ.